അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വനശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്തഖൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തിയോടുകൂടി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള വിശ്വാസികളിൽ ഇത്തവണ ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ച ആളുകൾ സ്വന്തം നാടുകളിൽ നിന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ടു തുടങ്ങി. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാടുകളിൽ മഹല്ലുകളിലുമൊക്കെ ഹജ്ജ് പഠന ക്ലാസ്സുകളും, പോകുന്ന ആളുകൾ നമ്മളോട് വന്ന് സലാം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മളോടും നമ്മൾ തിരിച്ചുമൊക്കെ പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആളുകൾ പോകുമ്പോൾ ഇസ്ലാമികമായി അള്ളാഹുവും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകളുണ്ട്. അതിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ ഹദീസ്, എന്താണ് ഹജ്ജ് ചെയ്താൽ ലഭിക്കുക എന്നതിൻ്റെ ഉത്തരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ, അള്ളാഹുവിന് പ്രിയപ്പെട്ട ഹജ്ജ്, പുണ്യമാക്കപ്പെട്ട ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, ഹജ്ജിന് സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലമില്ല. ആ ഹദീസിൻ്റെ പ്രയോഗം വളരെ മനോഹരമാണ്. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു പറയുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചത്, അതിന് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും, അതിന് നമ്മൾക്ക് പുണ്യം ലഭിക്കും, അതിന് അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് പാപമോചനം ഉണ്ടാകും എന്നൊക്കെയാണ്. പക്ഷെ ഹജ്ജിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ പറയുന്ന വാക്ക് ലൈസ ലഹു ജസാഅൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാത്ത ഒന്നും ഹജ്ജുമായി ബന്ധപ്പെട്ട് ആലോചിക്കുകയേ ചെയ്യണ്ട. ഹജ്ജിന് ഒരാൾ അധ്വാനിച്ചവിടെ എത്തിയാൽ, അത് അള്ളാഹു സ്വീകരിച്ചാൽ, സ്വർഗമല്ലാത്ത ഒന്നും അയാൾക്ക് പടച്ചോൻ കൊടുക്കൂല. അത്രയും കണിശമായി സ്ഥിരപ്പെടുത്തി അല്ലാഹു പറയാൻ, അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാൻ, മൻ മാത ഫീ ത്വരീഖി മക്ക ദാഹിബൻ ഔ റാജിഅ, ഒരാൾ ഹജ്ജിന് വേണ്ടി മക്കത്തേക്ക് പോയി, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുകയാണ്, നല്ല നിയ്യത്തോടു കൂടി നിർവഹിക്കാൻ വേണ്ടി പോകുകയാണ്. ഇനി നിർവഹിച്ച് കഴിഞ്ഞ് നാട്ടിലേക്ക് വരികയാണ്. രണ്ടുമാകും, ഒന്ന് ഹജ്ജിന് പോയിട്ടുള്ളൂ, ചെയ്തിട്ടില്ല, രണ്ടാമത്തെ ആൾ ചെയ്തിട്ട് നാട്ടിലേക്ക് വരിക, നാട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിനിടയിൽ അയാൾ മരണപ്പെട്ടു, രോഗം വന്നിട്ട് മരിച്ചു,
ആക്സിഡൻറ്റ് പറ്റി മരിച്ചു, അല്ലെങ്കിൽ ശാരീരികമായ അവശത വന്ന് അവിടെ നിന്ന് മരിച്ചു, പോകുന്നതിനിടയിൽ ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു അയാൾ മരണപ്പെട്ടു, ലം യുഅറദ് വലം യുഹാസബ് വഗുഫിറ ലഹു, പരലോകത്ത് അല്ലാഹു അയാളെ വിചാരണക്ക് പോലും എടുക്കില്ല, അയാളുടെ ഗ്രന്ഥം അല്ലാഹു പരിശോധിക്കുക പോലുമില്ല, അയാൾക്ക് അല്ലാഹു ഒരു പാപം പോലും നിലനിർത്തുകയേയില്ല, വിചാരണക്ക് പോലും വിധേയമാക്കാതെ അല്ലാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഹജ്ജിന് പുറപ്പെട്ടാൽ മതി, നല്ല നീയത്തോടുകൂടി തൗഹീദോടുകൂടി പുറപ്പെട്ട് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ് ഹജ്ജിന് പോകുന്നവരും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവരും. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീസ് കൂടി പറയാൻ. പ്രവാചകൻ പറഞ്ഞു, വിശ്വാസികളായി നമ്മൾക്ക് അറിയുന്നതിന് വേണ്ടി പറയാൻ, മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ഇസ്ലാമിനെ കുറിച്ച് പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന 1-2 വാക്യങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഇന്നൽ ഇസ്ലാം യഹ്ദും മാ കാന ഖബ്ലഹു. ഒരാൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എങ്കിൽ ഇസ്ലാമിൻ്റെ മുമ്പുള്ള അയാൾ ചെയ്ത എല്ലാ പാപങ്ങളും പടച്ച തമ്പുരാൻ അയാൾക്ക് പുറത്തു കൊടുക്കും, നമ്മൾക്കറിയുന്ന കാര്യമാണ്. വഅന്നൽ ഹിജറത തഹ്ദും മാ കാന ഖബ്ലഹ. ഒരാൾ ഹിജറ പോയി അള്ളാഹിൻ്റെ മാർഗത്തിൽ, ഹിജറയുടെ മുമ്പ് അയാൾ ചെയ്തിട്ടുള്ള എല്ലാം പടച്ചോൻ പുറത്തു തരും. 3-ാമത്തെ വാക്ക് റസൂലുള്ള ഞങ്ങളെ പഠിപ്പിച്ചത് വഅന്നൽ ഹജ്ജ യഹ്ദു മാ കാന ഖബ്ല. ഒരാൾ ഹജ്ജിന് പോയി കഴിഞ്ഞ് ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുന്നതോടുകൂടി അയാളെ അള്ളാഹു പുതിയ മനുഷ്യനായിട്ടാണ് പരിഗണിക്കുക. നമ്മൾ ഫോൺ വാങ്ങുന്നു, ഫോൺ 1 വർഷം ഉപയോഗിക്കുന്നു, പിന്നീട് നമ്മൾ കംപ്ലീറ്റായി അത് റീബൂട്ട് ചെയ്യുന്നു, അതിലെ മുഴുവൻ കാര്യങ്ങളും രണ്ടാമത് മുഴുവനായി കഴുകിക്കളഞ്ഞൊരു പുതിയ ഫോൺ എടുക്കുന്ന പോലെ ഹജ്ജിന് പോയി വരുന്ന ഒരാളെ അള്ളാഹു പരിഗണിക്കുക പുതിയ ഒരു മനുഷ്യനായിട്ടാണ്. അയാളിൽ പിന്നീട് വരുന്ന അബദ്ധങ്ങളെ 1-ാമത്തെ തെറ്റായിട്ടാണ് അള്ളാഹ് പരിഗണിക്കുക. അല്ലാതെ ഇത്രയും കാലം ചെയ്തത് അള്ളാഹു അതോടുകൂടി അയാളെ പുതിയൊരു മനുഷ്യനാക്കുന്നതോടുകൂടി അള്ളാഹു കഴുകിക്കളയും. സഹോദരങ്ങളെ, ബാക്കി ഏത് അമലുകൾ ചെയ്യുന്നതിനെ ഹജ്ജുമായി തുലനപ്പെടുത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം കമാ ബൈന മത്ലഇ ശംസി ഇലാ മഗ്രിബിഹാ. ബാക്കി ഏത് കർമ്മവും ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം, ഉദയവും അസ്തമയവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ അത്രമാത്രം വ്യത്യാസമുണ്ട് ബാക്കി ഏത് കർമ്മവും ഹജ്ജും. സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾക്ക് ഹജ്ജ് ചെയ്യുവാനും അതുവഴി സ്വർഗം ലഭിക്കുവാനും അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനും കഴിയുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പറഞ്ഞത് ഹജ്ജിന് ഇത്രമാത്രം പുണ്യമുണ്ട്, ഡസൻ കണക്കിന് 100ഓളം വരുന്ന ഹദീസുകളിൽ വരുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാക്കുകളിൽ 1-2 മാത്രമാണ് നമ്മൾ ഖുത്ബയിൽ പറഞ്ഞത്. ഇവിടെ പ്രധാനമായൊരു കാര്യമാണ് ഇനി ബാക്കി പറയാനുള്ളത്. ഇത്രയും പ്രധാനമാണ് ഇസ്ലാമിലെ ഹജ്ജ്, ഇത്രയും പുണ്യമാണ്. സഹോദരങ്ങളെ, എങ്കിൽ ആ ഹജ്ജുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിയേണ്ട ഖുർആനിൻ്റെ ഒരായത്തുണ്ട്. അതിപ്രകാരമാണ്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. ഇവിടം മുതലാണ് നമ്മുടെ വിഷയം ആരംഭിക്കുന്നത്. ഖുർആനിൻ്റെ വാക്കാണ്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതാഅ ഇലൈഹി സബീല. ആർക്കെങ്കിലും, എനിക്കോ നിങ്ങൾക്കോ നമ്മൾക്കാർക്കെങ്കിലും അള്ളാഹു വെച്ച മാനദണ്ഡപ്രകാരം ഹജ്ജിന് പോകാനുള്ള അവസരം എത്തിയാൽ, അള്ളാഹു വെച്ച മാനദണ്ഡപ്രകാരം എനിക്കോ നിങ്ങൾക്കോ ഹജ്ജിന് പോകേണ്ട അവസ്ഥ എത്തിയാൽ അയാൾ കഅബാലയത്തിങ്കൽ പോയി തീർത്ഥാടനം നടത്തൽ അള്ളാഹുവിനോടുള്ള ബാധ്യതയാകുന്നു. ഖുർആനിൻ്റെ ആയത്താട്ട പറയുന്നത്, എനിക്ക് ഹജ്ജ് ചെയ്യുവാൻ അള്ള വെച്ച മാനദണ്ഡപ്രകാരം ആയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അള്ളാഹുവിൻ്റെ പക്കൽ ഞാൻ ചെയ്യേണ്ട ഒരു ബാധ്യതയായി ഖുർആൻ നമ്മൾക്ക് ഹജ്ജ് പരിചയപ്പെടുത്തി തരികയാണ്. ഖുർആൻ എന്തുകൊണ്ടാണത് പറയുന്നത്? നമ്മൾക്കെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹജ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം കാര്യം 5 എണ്ണമാണല്ലോ. ആ 5 കാര്യങ്ങളും ഇസ്ലാം വെച്ച മാനദണ്ഡപ്രകാരം അവസരമെത്തിയാൽ അത് ചെയ്യുമ്പോഴാണ് ഒരാൾ പൂർണ്ണമായ മുസ്ലിം ആവുക. മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്നുകൂടി പറയാം. ഇസ്ലാമികമായ ഒരാൾക്ക് പ്രായപൂർത്തിയായി, അയാൾക്ക് ശുദ്ധിയുണ്ട് എങ്കിൽ അയാൾ നമസ്കരിക്കുമ്പോഴേ അയാൾ പൂർണ്ണ മുസ്ലിം ആകുള്ളൂ.
ഒരാൾക്ക് ഇസ്ലാമികമായി അഖലുണ്ട്, ബുദ്ധിയുണ്ട്, ഇസ്ലാമികമായ പ്രായപൂർത്തിയായി, അയാൾക്ക് ആരോഗ്യമുണ്ട് എങ്കിൽ അയാൾ റമദാനിൽ നോമ്പ് നോൽക്കുമ്പോഴേ അയാൾ പൂർണ്ണമായ മുസ്ലിം ആകുള്ളൂ. സഹോദരങ്ങളെ, ഇസ്ലാം വെച്ച മാനദണ്ഡ പ്രകാരം ഹജ്ജ് ചെയ്യേണ്ട മാനദണ്ഡം എന്നിലെത്തിയിട്ടുണ്ട്, നമ്മളിൽ എത്തിയിട്ടുണ്ട്. അത് ഞാൻ നിർവഹിക്കുമ്പോഴേ ഞാൻ ഇസ്ലാമികമായി പൂർണ്ണ മുസ്ലിം ആവുകയുള്ളൂ. അതാണ് ഹജ്ജ്. ഇത് നമ്മൾക്ക് ബോധ്യമുണ്ടാകണം. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേത് ഹജ്ജാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇസ്ലാമികമായി മാനദണ്ഡമെത്തിയാൽ ഹജ്ജ് നിർവഹിക്കൽ പുണ്യമാണെന്നാണോ? അല്ല. ഹജ്ജ് നിർവഹിക്കൽ നിങ്ങൾക്ക് പ്രബലമായ സുന്നത്താണെന്നാണോ? അല്ല. ഹജ്ജ് നിർവഹിച്ചാൽ കൂടുതൽ കൂലിട്ടുന്നാണോ? അതുമല്ല. പിന്നെയോ, മാനദണ്ഡമെത്തിയാൽ അന്നു മുതൽ ഹജ്ജ് നിർവഹിക്കൽ വാജിബും ഫർളുമാണ്, നിർബന്ധമാണ്. നിസ്കാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് നിർബന്ധമായ പോലെ, നോമ്പ് ഇസ്ലാമികമായി നിയമങ്ങൾ, ഇസ്ലാമിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരാൾക്കെത്തിയാൽ അയാൾ നോമ്പ് നിർവഹിക്കൽ അയാൾക്ക് നിർബന്ധമായ പോലെ, സക്കാത്ത് ഇസ്ലാമിക മാനദണ്ഡ പ്രകാരം ഒരാൾക്ക് നിർബന്ധമായ പോലെ, എനിക്ക് ഇസ്ലാമിക മാനദണ്ഡങ്ങൾ ശരിയായാൽ എത്തിയാൽ ഹജ്ജ് നിർവഹിച്ചേക്കാം എന്നല്ല, നിർവഹിച്ചാൽ കൂലുണ്ട് എന്നല്ല, മറിച്ച് നിർവഹിക്കൽ എൻ്റെ മേൽ ഫർളാണ്, വാജിബാണ്. അതുകൊണ്ടാണ് ഖുർആന്റെ വാക്ക് വഅത്തിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ. വിശ്വാസികളെ, സ്വയം പരിശോധിക്കണം, ഞാൻ എന്നോട് പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ പക്കൽ ഹജ്ജ് നിർവഹിക്കാനുള്ള പൂർത്തീകരണം ഞാൻ പൂർത്തിയാക്കണം. അയക്കണോ? എനിക്കതിൻ്റെ അള്ള പറഞ്ഞ മാനദണ്ഡം എത്തിക്കണോ? എങ്കിൽ ഞാൻ പൂർത്തിയാക്കണം. എന്തുകൊണ്ടാണ് ഖുർആൻ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞത്? അള്ളാഹുവിനോടുള്ള ബാധ്യതയായിട്ട് കിടക്കുകയാണ് അവിടെ എനിക്കുണ്ടെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എന്താണ് ഹജ്ജ് എനിക്ക് ബാധ്യതയാകുന്നത് എപ്പോഴാണ്? പ്രധാനമായും 3 സമയം 3 കാര്യങ്ങൾ ഒക്കുമ്പോഴാണ്. വിശാലമായിട്ടല്ല പറഞ്ഞത്, ഖുത്ബയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാൻ. 3 കാര്യങ്ങൾ എന്നിൽ വന്നാൽ എനിക്ക് ഹജ്ജ് നിർബന്ധമായി. ആ 3 കാര്യങ്ങൾ എനിക്ക് വന്നിട്ടില്ലെങ്കിൽ ഹജ്ജ് നിർബന്ധമല്ല. പക്ഷെ 3 കാര്യങ്ങൾ എന്നിൽ വന്നാൽ ഹജ്ജ് നിർബന്ധമായി. ഞാൻ അവിടെ മുതൽ നീയത്ത് തുടങ്ങണം, ഞാൻ അവിടെ മുതൽ എൻ്റെ സമ്പത്ത് ശേഖരിച്ചു തുടങ്ങണം, ഞാൻ അവിടെ മുതൽ ഹജ്ജിന് വേണ്ടി തയ്യാറായി തുടങ്ങണം. എൻ്റെ മനസ്സിൽ ബോധ്യമുണ്ടാകണം, അള്ളാഹുവുമായിട്ട് എനിക്കൊരു കരാർ, ഒരു കടം ബാക്കി കിടക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കി മരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഫർള് വീടാതെ മരിച്ചവൻ്റെ കുറ്റമുണ്ടാകും എന്ന ബോധ്യം ഉണ്ടാകണം. 3 കാര്യം. 1 അശ്റൂത്തുൽ അവൽ, ഒന്നാമത്തെ ഷർത്ത് ഇസ്തിതാഅത്തുൽ ബദനിയ, ശാരീരികമായ കഴിവുണ്ടാകണം. വിശദീകരിക്കണില്ല, നമുക്കറിയണ കാര്യമാണ്. 2 ഇസ്തിതാഅത്തുൽ മാലിയ, സാമ്പത്തികമായ കഴിവുണ്ടാകണം. അതാണ് വിശദീകരിക്കേണ്ടത്, അത് പറയാം. 3-മത്തത് ഇസ്തിതാഅത്തുൽ ഉംനിയ, ശാരീരികമായ കഴിവ്, സാമ്പത്തികമായ കഴിവ്, നാട്ടിൽ നിർഭയത്വം, ഇവിടെ നിന്ന് പോകാൻ രാജ്യത്തിൻ്റെ പരിതസ്ഥിതി, ഭരണകൂടം, യാത്ര പോകാനുള്ള സുഖം, നിർഭയത്വം, തിരിച്ചു വരാനുള്ള നല്ല അന്തരീക്ഷം അതുകൂടി ഉണ്ടാകണം. ഈ 3 കാര്യങ്ങൾ നമ്മളിൽ വന്നാൽ, വ്യക്തിപരമാലേക്കട്ടോ, നമ്മളിൽ വന്നാൽ നമ്മൾക്ക് ഹജ്ജ് ചെയ്യാമെന്നല്ല, ഹജ്ജ് നിർബന്ധമായി. എന്നിട്ട് ഖുർആന്റെ വാക്ക് വമൻ കഫറ, ഹജ്ജ് നിങ്ങൾ നിർബന്ധമായാൽ ചെയ്യണമെന്ന് പറഞ്ഞ അള്ളാന്റെ വാക്കാണ്. വമൻ കഫറ, ഒരാൾ ഇതൊക്കെ കേട്ടിട്ട് അയാൾക്കത് മനസ്സിലേ വരുന്നില്ല. വമൻ കഫറ, ഒരാൾ ധിക്കാരിയായിട്ടാണ് ജീവിക്കാൻ ശ്രമിച്ചതെങ്കിൽ അറിയുക, ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, പടച്ചോൻ നമ്മൾ ഹജ്ജിന് പോയിട്ട് വേണ്ടട്ടോ, പടച്ചോൻ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് വേണ്ട പടച്ചോൻ ജീവിക്കാൻ. നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവനല്ല പടച്ചോൻ, അവനവന് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യേണ്ടത്. ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. എൻ്റെയും നമ്മളുടെയും മനസ്സിൽ ശൈത്വാൻ ഉണ്ടാക്കി തന്നൊരു ചിന്ത വർഷങ്ങളോളമായി തുടരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഹജ്ജിന് ബാധ്യസ്ഥനാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, എൻ്റെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഹജ്ജിന് പോകാനുള്ള പൈസ എൻ്റെ പക്കൽ ബാക്കിയായാൽ ഞാൻ ഹജ്ജിന് പോകണം. അതുവരെ ഞാൻ ഹജ്ജിന് പോകേണ്ടാത്തവനാണ്. എൻ്റെ മനസ്സെന്താ അറിയോ? ഞാൻ ഹജ്ജിനെ പറ്റി ചിന്തിക്കേ ചെയ്യണ്ട. കാരണം എൻ്റെ ദുനിയാവിൻ്റെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിൽ പോയാൽ മതി. സഹോദരങ്ങളെ, എന്താണ് 2-മത്തെ ഇസ്ലാമികമായ ഷർത്ത്? സാമ്പത്തികമായ കഴിവല്ലേ? എന്താ സാമ്പത്തികമായ കഴിവ് എന്നാണ് ഒറ്റ വാചകത്തുമ്പോ പറഞ്ഞിക്കണ്. എന്താ കഴിവ് അറിയോ? സാമ്പത്തികമായ കഴിവ് ഹാജത്തിഹി അൽ അസ്ലിയ, അടിസ്ഥാന കാര്യത്തിനുള്ള കഴിവ്.
എന്ന് പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായി അടിസ്ഥാനകാരമായ കാര്യം ഞാൻ എൻ്റെ കുടുംബത്തിനും എനിക്കും ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഹജ്ജിന് പോകാനുള്ള പൈസ പറമ്പായിട്ടോ ലോക്കറിലായിട്ടോ ആഭരണമായിട്ടോ എൻ്റെ സമ്പത്തായിട്ടോ എനിക്കുണ്ട് എങ്കിൽ ഞാൻ ഹജ്ജ് ചെയ്യാൻ അന്ന് മുതൽ നിർബന്ധിതനാണ്. ഇതാണ് ദീൻ. ഇതാണ് ദീൻ. ഞാൻ വളരെ ലളിതമായിട്ട് എന്തിനാന്ന് പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ നിന്ന് പോയി, നമ്മുടെ മനസ്സിൽ നിന്ന് നാട്ടിലെ ആളുകൾ, ഏത് നാട്ടിലെന്ന് പറയാ, ഈ നാട്ടിൽ പലരും പറയുന്നു, ഇൻഷാ അല്ലാഹ് മറ്റൊരു ഖുതീബ് പറയാ, ഹജ്ജിന് പോണ പൈസ ഉണ്ടെങ്കിൽ 4 ആൾക്ക് വീട് ചൂടേൻ, നിരീശ്വരവാദം തലീ കയറിയ പിന്നെ പറയാ. ആ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി എന്താ അറിയോ, മഹമ്മൂദേ, ഫാത്തിമ, ആയിഷ, എൻ്റെ ദുനിയാവത്തെ എല്ലാ കാര്യങ്ങളും നീ വിചാരിക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പൈസ വരികയാണെങ്കിൽ ഹജ്ജിനെ പറ്റി ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മളോട് ആളുകൾ ചോദിക്കാൻ, എന്താണ് ഇബ്രാഹിം തങ്ങൾ ഹജ്ജിന് പോകാത്തത്? ഇബ്രാഹിം ഖാന്റെ മറുപടി, മുഹമ്മദ് കാക്കാന്റെ മറുപടി, അബ്ദുറഹ്മാന്റെ ഫാത്തിമാത്താന്റെ മറുപടി, മക്കളൊക്കെ കെട്ടിക്കാണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് പോകട്ടെ. ശരി, നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥലവും പറമ്പും ഇതൊക്കെ ഉണ്ടല്ലോ, പൈസ ഉണ്ടല്ലോ, അതിനിടയ്ക്ക് ഹജ്ജിന് പോയാൽ കല്യാണമൊന്നും കഴിയാതെ എങ്ങനെ ഹജ്ജിന് പോകുക? മക്കളൊരു പഠനത്തിൽ എവിടെ നിന്ന് എത്താതെ എന്തിനാ ഹജ്ജ്, എങ്ങനെയാ ഹജ്ജിന് പോകുക? പേരക്കുട്ടിയാക്കും കൂടി വീടുണ്ടാക്കാതെ എങ്ങനെ ഹജ്ജിന് പോകുക? സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അടിസ്ഥാനപരമായി എൻ്റെ കുട്ടിയുടെ കല്യാണം അടിസ്ഥാനപരമായ കാര്യമാണ്, ഒരു സംശയമല്ല. പക്ഷെ ആ അടിസ്ഥാനത്തിൽ കല്യാണത്തിൻ്റെ എത്ര റുപ്യ പെടുക? ഒരു 100 ആളുകളെ വെച്ച് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കലാണ് അടിസ്ഥാനം. അതല്ലേ അടിസ്ഥാനം, അതല്ലേ കൂട്ടേണ്ടത്, അതല്ലേ ഇസ്ലാമികമായി കൂട്ടേണ്ടത്. ഞാൻ 1000 ആളെ വിളിക്കുക, കുഴപ്പമില്ല, ഇസ്ലാമിൽ ഹലാലായ രൂപത്തിൽ ചെയ്താൽ മതി. പക്ഷെ അതെൻ്റെ അടിസ്ഥാന ചെലവാണോ? അല്ല. അടിസ്ഥാന ചെലവ് ഇസ്ലാമികമായി നിക്കാഹ, നിങ്ങൾ നിക്കാഹ് പരസ്യപ്പെടുത്തണം, ആളുകളെ അറിയിക്കണം, എന്നിട്ട് മിതമായി ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. അതാണ് വലീമ, അതാണ് അടിസ്ഥാനം. മറിച്ച് ഞാൻ എന്ത് ചെയ്യാറ് സുങ്ങളെ, എൻ്റെ 1ാമത്തെ കുട്ടിൻ്റെ കല്യാണം 5 ലക്ഷം 6 ലക്ഷം, 2ാമത്തെ കുട്ടിൻ്റെ കല്യാണം 8 ലക്ഷം, 3ാമത്തെ കുട്ടിൻ്റെ കല്യാണം 9 ലക്ഷം, എന്നിട്ട് ഞാൻ 10-20 ലക്ഷത്തിന് കല്യാണം 3 ആൾ നടത്തുക. എന്നിട്ട് ഹജ്ജിന് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാൻ, കുട്ടികളെ കല്യാണം കഴിഞ്ഞപ്പോൾ അതിന് 10-20 ലക്ഷം കഴിഞ്ഞു, ഒരു 5 ലക്ഷം കടം കൂടിയായി, എങ്ങനെ ഹജ്ജിന് പോകാൻ? ഇതെങ്ങനെ കൂട്ടരെ പരലോകത്ത് നമ്മൾ തെളിയിക്കുക? ഇതെങ്ങനെ തെളിയിക്കുക? കഴിയില്ല. കാരണം അള്ളാഹു ചോദിക്കും, നമ്മളോട് ചോദിക്കും, ഹജ്ജ് സ്ഥിരപ്പെടൽ, അടിസ്ഥാന പണം കഴിഞ്ഞിട്ട് ഹജ്ജിനുള്ള പണം ഉണ്ടായാൽ നമുക്ക് നിർബന്ധമായി. സഹോദരിമാരെ, സാധാരണഗതിയിൽ നിങ്ങൾ റമദാൻ സക്കാത്തുമായി ബന്ധപ്പെട്ട് ചോദിക്കലുണ്ടല്ലോ, 50 പവൻ എത്രയാണ് സക്കാത്ത്, 70 പവൻ എന്താണ് സക്കാത്ത്? ബാപ്പ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് 60 പവൻ തന്നാൽ ശരി, ഉമ്മമാരോട്, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരെ, നമ്മുടെ ലോക്കറിലും ദേഹത്തുമുള്ള നമ്മുടെ സമ്പത്ത് നമ്മളൊന്ന് കണക്കൂട്ടി വെക്കുക. വേണ്ട 50 പവൻ ഉണ്ട് എന്ന് വെക്കുക, 25 വേണ്ട 20 ലക്ഷം, 7 ലക്ഷം മതി ഏറ്റവും കൂടിയിട്ട് ഹജ്ജിന് പോകാൻ. 7 ലക്ഷത്തിൻ്റെ മുകളിൽ പൈസ ഉണ്ട്. എന്തേ നമ്മൾ ഹജ്ജിനെ പറ്റി ചിന്തിക്കാത്തത്? അതിനൊരു കാരണം, തൗഹീദുള്ള മുസ്ലിമായൊരു സഹോദരൻ മനസ്സിൽ ശൈത്താൻ ഉണ്ടാക്കിയതാണ്. എന്താ അറിയോ, 3 കുട്ടികളെ കെട്ടിക്കാനില്ലേ, ശരി, ആ കുട്ടിയെ, എൻ്റെ പെൺകുട്ടിയെ കെട്ടിക്കുന്നതിന് ഇസ്ലാമികമായി ആഭരണത്തിന് ഞാൻ പണം ചെലവഴിക്കുന്നില്ലേ, അത് നാട്ടിലെ ഉറഫാൻ, ചെലവഴിക്കാം, ഒരു സംശയമല്ല. എൻ്റെ കല്യാണത്തിന് സമയത്ത് എൻ്റെ മകൾക്ക് ഞാൻ അല്പമൊക്കെ സ്വർണം ധരിപ്പിക്കുക എന്നത് ഉറഫാൻ, നാട്ടുമര്യാദയാണ്, ഇസ്ലാമികമായി ജായിസാൻ. എന്നാൽ ഫർളാണോ? അല്ല. എൻ്റെ മകളെ ഇസ്ലാമികമായി നിക്കാഹ് ശരിയാകാൻ അവളെ ആഭരണം ധരിപ്പിക്കണമെന്നുണ്ടോ? ഇല്ല. ഞാൻ അവൾക്ക് ആഭരണം ധരിപ്പിക്കുക എന്നത് ഇസ്ലാമികമായി ജായിസാണ്. എന്നാൽ ഉമ്മമാരെ, 20 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 7 ലക്ഷത്തിന് നിങ്ങൾ പോകേണ്ട ഹജ്ജ് നിങ്ങൾക്ക് ഫറലാണ്. ഫറലിന് വേണ്ടി ഇസ്ലാമികമായ ഫറൽ ഒഴിവാക്കിയിട്ട് ജായിസ് എടുത്ത് ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഹജ്ജില്ല എന്ന് പറയുന്നത് ഖബറിൽ തെളിയിക്കേണ്ടി വരും, പരലോകത്തും തെളിയിക്കേണ്ടി വരും. ഇതിങ്ങനെ പറയുന്നത് കുറ്റപ്പെടുത്തിയുള്ള സുഹൃത്തുക്കളെ, ഞാനടക്കം എൻ്റെ കുടുംബത്തെ ഓർത്തിട്ടാ പറയണത്. ചിന്താഗതിയിലാണ് മാറ്റം. സഹാബാക്കൾക്ക് പൈസ ഉണ്ടായിട്ടല്ല, ചിന്താഗതിയിൽ മാറ്റമുണ്ടായി. ആ ചിന്താഗതിയാണ് വെള്ളിയാഴ്ച ഖുതുബ കൊണ്ടും ഖുർആൻ ഓതുന്നതുകൊണ്ടും നമ്മൾക്കുണ്ടാകേണ്ടത്. ചിന്താഗതിയിലാണ് മാറ്റം. എൻ്റെ കയ്യിൽ എപ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുക? എല്ലാ വീട് പണിയും കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞ്, പേരക്കുട്ടിക്ക് വീടുണ്ടാക്കി കഴിഞ്ഞ്, അവസാനം ഞാൻ മരിക്കാൻ കിടക്കുമ്പം എൻ്റെ കയ്യിൽ 25 ലക്ഷം ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പം
ഇപ്പം ഞാൻ ഹജ്ജിന് പോകാം എന്ന് നമ്മൾ ഏത് അറബി കിതാബ് എന്നാണ്, ഏത് പ്രവാചകന്റെ ഹദീസ് എന്നാണ്, ഏത് സഹാബാക്കളുടെ കൗലിൽ നിന്നാണ്, ഏത് ആസാറിൽ നിന്നാണ് നമ്മൾ കിട്ടിയത്? കിട്ടിയിട്ടില്ല. അങ്ങാടി എന്ന് പറഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങാടി എന്ന്. സഹോദരങ്ങൾ, ഇസ്ലാമികമായ നിയമം എന്താ അറിയും? ഇസ്ലാമികമായ നിയമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബാക്കളെ അവരുടെ ജീവിതത്തിൽ കാണിച്ച കടിശത, അവരുടെ ജീവിതത്തിൽ കാണിച്ച ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, മല്ലം യംനഅഹു മിനൽ ഹജ്ജി ഹാജത്തുൻ ളാഹിറ. ഒരാളെ ഹജ്ജിന് നിർവഹിക്കാൻ അള്ളാഹു അയാൾക്ക് തൗഫീക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തില്ല? പ്രത്യക്ഷമായി അദ്ദേഹത്തിന് കഴിയും, പക്ഷെ അദ്ദേഹം ചെയ്തില്ല. ഔ സുൽത്താനൻ ജാഇർ, അയാൾക്ക് പ്രത്യക്ഷമായ പ്രയാസങ്ങളില്ല, ഭരണാധികാരികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടില്ല. ഔ മറദുൻ ഹാബിസ്, പോകാതിരിക്കാൻ മാത്രം അയാൾക്ക് അസുഖവുമില്ല, അയാൾ ഹജ്ജും ചെയ്തില്ല. സഹാബാക്കളുടെ വാക്കട്ടോ, ഫമാത്ത, എന്നിട്ട് അയാൾ മരിച്ചു. നമ്മളെ പറ്റി ആരെ പറ്റി ആലോചിക്കണ്ട. എനിക്ക് പറമ്പുണ്ട്, ലോക്കറിൽ പൈസയുണ്ട്, ഹജ്ജിന് പോകാനുള്ള എത്ര ഉറുപ്പ്യ നമുക്കറിയാം, അതിൻ്റെ കയ്യിലുണ്ട്, ബാക്കിയുള്ള എനിക്ക് പൂർത്തിയാക്കാനുള്ള പൈസ ഉണ്ട്, ഇങ്ങോട്ട് ഞാൻ ചെയ്തില്ല. ഫമാത്ത, ആക്സിഡന്റ് പറ്റി ഞാൻ മരിച്ചു, അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു, രോഗം വന്ന് ആശുപത്രി കൊണ്ടുപോയി, എനിക്ക് ക്യാൻസറാന്ന് പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് പോകുന്നില്ല, നിർവഹിക്കാൻ കഴിഞ്ഞ ഞാൻ മരിച്ചു. സഹാബാക്കളുടെ വാക്ക് എന്തറിയോ? ഫൽയമുത് ഇൻഷാ അല്ലാഹ് യഹൂദിയൻ ഔ നസറാനിയൻ. നബിന്റെ വാക്ക് പ്രകാരം അയാൾ ജൂതനോ നസറാണിയോ ആയിട്ടായിരിക്കും മരിക്കുക. ആ പേടിയോണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ ബോധം, ഈ ബോധം, ഈ പറഞ്ഞ ബോധം ഉണ്ടല്ലോ, ആ ബോധം നമ്മുടെ വീട്ടിലെ എത്ര ആളുകൾക്ക് ഞാനടക്കണ്ട്. പടച്ചോൻ, എനിക്ക് കഴിവുണ്ടായിട്ട് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ മുസ്ലിം അല്ലാതെ ഒരു വേള ഞാൻ മരിക്കേണ്ടി വരുന്നുള്ള പേടി, ആധി, അതുണ്ടാകണ്ടേ സോങ്ങളെ? അതല്ലേ കാഴ്ചപ്പാടിലുള്ള മാറ്റം? അതല്ലേ നമുക്ക് ഹുത്തുബോണ്ട് കിട്ടേണ്ടത്? അങ്ങാടിയത്തെ ആൾക്കാരുടെ എല്ലാം കഴിഞ്ഞിട്ട് മതിയടാ സോങ്ങൾ. അതിനെന്താ സോങ്ങൾ നമ്മൾ മുഅ്മിനാകണത്? അതിനെന്തിനാ മുഅ്മിനാണ്? അതേ ആൾക്കാരാ പറഞ്ഞത് നബി ഒറ്റവട്ടല്ലേ ഹജ്ജിനെ പോയിട്ടുള്ളൂ. അല്ല, തെറ്റാണത്. നബിക്ക് ഒരു തവണ ഹജ്ജിന് അവസരം ഉണ്ടായിട്ടുള്ളൂ, അതാ ശരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ ഹജ്ജ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയോ വർഷം ഹജ്ജ് ചെയ്തു. ഇതെന്തിനാ പറഞ്ഞ രസങ്ങളെ? നമ്മുടെ നാട്ടിലുണ്ട് തിരുപ്പ്, ആ പൈസ കൊണ്ട് ഇങ്ങനെ ചെയ്തൂടെ? ആയിരക്കണക്കിന് വീട് വെച്ച് കൊടുത്ത ആളുകളോട് പറയാൻ ഈ പൈസയും കൂടി അങ്ങനെ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് പറയാം. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട തീരുമാനതാണ്. പലരും, ഞാൻ ആക്ഷേപിച്ചുകൊണ്ടേ അല്ല പറഞ്ഞത്, എന്തേ ഹജ്ജിന് പോകാത്ത? പൈസ ഉണ്ടല്ലോ. അപ്പോൾ കട നടത്തിയിരിക്കണം, കടണ്ട് മൗലവി 10-15 കൊല്ലായില്ലേ, ഒരു മാസം ഇവിടുന്ന് വിട്ടുന്ന കട പിടുത്തം വിടും. ഹജ്ജിന് പോകാതൊക്കെ ഉള്ള കാരണമാണ്. ഒരു മാസം എളാപ്പാൻ്റെ കുട്ടിയുണ്ട്, മൂത്താപ്പാൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ ചെറിയ മകനുണ്ട്. പക്ഷെ ഓരെ ഏൽപ്പിച്ച് പോകാൻ എനിക്ക് ധൈര്യമല്ല. ധൈര്യം വേണ്ട. സ്ലാബ് താഴത്തേക്ക് വീണിട്ടോ ഓണാക്കിൻ്റെയൊക്കെ ഷോക്കടിച്ചിട്ടോ അവിടുന്ന് മരിക്കുമ്പോൾ അള്ള ചോദിക്കും, പോകാൻ കഴിഞ്ഞിട്ടില്ലേ? ഇല്ല. എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും കുട്ടിനോട് കബർക്ക് എടുത്തേക്കാൻ വേണ്ടി പറഞ്ഞോളാന്ന് പറയും. സോളെ, സമ്പത്തിനെ പേടിച്ചിട്ട് പോകാതെക്കുക, സമ്പത്തിനെ പേടിച്ചിട്ട് പോകാതെക്കുക. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളോടാണ് ആലോചിക്കണ്ടേ, നമ്മളിതിൽ പെടുവോ? മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ എന്താ അറിയോ? പൊതുവെ ഉണ്ടായതാണ്, കടണ്ട് മൗലവി. അതുകൊണ്ട് സോളെ, ഞാൻ ലളിതമായിട്ട് വയ്ക്കാൻ, കടവും ഹജ്ജും തമ്മിൽ എന്താ ബന്ധം? ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ 1 രൂപ മുതൽ ലക്ഷക്കണക്കിന് റുപ്യ കടല്ലാത്ത ഒരാൾ എത്ര ആളുണ്ടാവും? ഈ അങ്ങാടിയിൽ കടല്ലാത്ത ഒരാൾ. നാട്ടിലത്തെ മുഴുവൻ കച്ചവടക്കാരും കടല്ലേ, ഉദ്യോഗസ്ഥന്മാർ കടല്ലേ, കുട്ടിയാൾക്ക് കടല്ലേ, സഹോദരിമാർക്കല്ല, കടല്ലാത്ത ഒരാൾ ഈ അങ്ങാടിയിൽ എത്ര ശതമാനം ഉണ്ടാകുക? അപ്പൊ ഇവർക്കാർക്കും സക്കാത്തില്ല, ഇവർക്കാർക്കും സ്വതക്കല്ല. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയാണ്. കടവും സക്കാത്തും കടവും ഹജ്ജും തമ്മിൽ നേർക്ക് നേരെ ബന്ധമല്ല. പിന്നെന്താണ്? ഒരാൾക്ക് കടണ്ട്, അത് അത്യാവശ്യമായിട്ട് വാങ്ങിയതാണ്, അത് അയാൾ വീട്ടാൻ മെനക്കെടാതെ, അതിനുവേണ്ടി അയാൾ പൈസ സ്വരൂപിക്കാതെ, അതിന് കട്ടപ്പെടുന്ന ആൾക്ക് തിരിച്ചെടുക്കാതെ അയാൾ മിനിറ്റിന് ഹജ്ജിന് പോകുക എന്നുള്ളത് ശരിയല്ല. അത് തിരിച്ചു കൊടുക്കാതെ അവരെ കട്ടപ്പെടുത്തി അയാൾ ഹജ്ജിന് പോലും ശരിയല്ല. മറിച്ച് ഒരാൾക്ക് കാലതാമസമുണ്ട് കടം വീട്ടാൻ, അയാൾക്കത് വീട്ടാനുള്ള വകുപ്പ് ഇവിടെ പറമ്പായിട്ടുണ്ട്, അയാൾക്ക് വീട്ടാനുള്ള സമ്പത്ത് ഇവിടെ സമ്പത്തായിട്ടുണ്ട്, സ്വർണ്ണായിട്ടുണ്ട്, എങ്കിൽ അയാൾക്കത് വീട്ടാനുള്ള സൗകര്യമുണ്ട്. ഇത് വീട്ടാൽ അത് വീട്ടാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ഹജ്ജിന് പോകാം. ഇസ്ലാമിൽ എവിടെയും തടഞ്ഞിട്ടില്ല. ഇതറിയാത്തത് കൊണ്ട് എന്താ അറിയാം, സൗദിയിൽ നിൽക്കുന്ന
മക്കയുടെ പരിസരത്ത് നിൽക്കുന്ന സാധുക്കളായ പ്രവാസികൾ അവിടുന്ന് പോയാൽ മതി, ആകെ കുറച്ച് റിയാൽ കൊടുത്താൽ മതി, അവർക്ക് ഹജ്ജിനും ഉംറക്കും പോകൂല. എന്താ അറിയോ? വീട്ടിലത്തെ കടം വീടിയിട്ടില്ല, വീട് കയറ്റിൻ്റെ 25 കൊല്ലം ഹറമിന്റെ പരിസരത്ത് നിന്നിട്ട് ഒറ്റത്തവണ പോലെ ഹജ്ജിന് പോകാത്ത സാധുക്കളുണ്ട്. ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ്. പ്രവാസിയായൊരു മനുഷ്യൻ എന്നാ കടം വീടുക? നിങ്ങൾ പറയും, പ്രവാസിയായൊരു സാധു മനുഷ്യൻ എന്നാ കടം വീടുക? അയാൾക്ക് കടം വീടാതെ പോകാം. എങ്ങനെയെന്ന് അറിയാം? ഇത് അയാൾക്ക് വീടാൻ അയാൾക്ക് അവസരമുണ്ട്, അയാൾ വീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില നല്ലവരായ അറബി സഹോദരന്മാർ ഫ്രീ ആയിട്ട് കൊടുക്കും, ഫ്രീ ആയിട്ട് പോയിക്കോളൂ, നാട്ടിലുണ്ട്. ചില സമ്മാനങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് ഹജ്ജോ ഉംറയോ സമ്മാനം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോഴും ആൾക്കാർ പറഞ്ഞാണ് എനിക്ക് കടമുണ്ട്. സോങ്ങളെ, കടം വീട്ടുക എന്നുള്ളൊരു ഭാഗത്ത് നടക്കണം. അത് ഹജ്ജിനെ തടയുന്ന ഒരു കാര്യമേ അല്ല. ഇതെല്ലാം ആവർത്തിക്കുന്നു ശൈത്വാൻ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയ ചിന്തയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ് വിശ്വാസികളായ മനുഷ്യർ ആകരുത് എന്നുള്ളതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞ് ഹബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനുള്ള അദമ്യമായ സ്നേഹം. ആ സ്നേഹം ദുനിയാവിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കണം, ദുനിയാവിൻ്റെ കാര്യം കുറവ് വരാൻ പാടില്ല, അത് മോശമാകാൻ പാടില്ല. അങ്ങനെ വിചാരിക്കുന്നവന് മരണത്തിന് ശേഷമുള്ള ഹജ്ജിനെ പറ്റിയും മരണത്തിന് ശേഷമുള്ള സക്കാത്തിനെ പറ്റിയും മരണത്തിന് ശേഷമുള്ള ദീനിയായ കാര്യത്തെ പറ്റിയും പറയുക എന്നുള്ളത് കറാഹിയത്തിൻ വെറുപ്പാണ്. മൗലവിനോടും വെറുപ്പാണ്, ദീനിനോടും വെറുപ്പാണ്, എല്ലാത്തിനോടും വെറുപ്പാണ്. എന്തേ കാരണം? ദുനിയാവ് നഷ്ടപ്പെടാൻ പാടില്ല, അതല്ല ദീൻ. ദുനിയാവ് ശരിയാകണം. പക്ഷെ അടിസ്ഥാന ചിലവ് നമ്മുടേത് കഴിഞ്ഞ് ബാക്കിയുള്ള പണം കൊണ്ട് ഹജ്ജിന് നമ്മൾക്കുണ്ടെങ്കിൽ ഹജ്ജ് നമ്മൾക്ക് ബാധ്യതയായി വരികയാണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. ഞാൻ സഹോദരിമാരോട് വീണ്ടും വീണ്ടും പറയാൻ, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ആഭരണം നോക്കുക. എനിക്ക് ഹജ്ജ് നിർബന്ധമുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. സഹോദരങ്ങളെ, സഹാബാക്കളായ എത്രയോ ആളുകൾ അവിടെ ഖലീഫമാരാകുമ്പോൾ അവർ ചെയ്ത വാചകമുണ്ട്. ഖലീഫമാരാകുമ്പോഴേ അവർ ദുനിയാവിനോട് ചെയ്തിട്ടുള്ള വാക്കുണ്ട്. എന്താണെന്നറിയോ? അവർ ഭരണാധികാരികളാകുമ്പോൾ ഗവർണർമാരെ പറഞ്ഞയക്കും, ഒരു നാട്ടിലേക്ക് ഗവർണർമാരെ പറഞ്ഞയക്കും. എന്നിട്ട് ഫല്യൻദുറു കുല്ലമൻ ലഹു ഹദ്ദ വലം യുഹജ്ജി, കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്തവരെ പേരെഴുതി കൊണ്ടുവരും. ഖലീഫമാർ, ഇസ്ലാമിന്റെ ഖലീഫമാർ, അവരുടെ മേൽ ജിസിയ നടപ്പിലാക്കും. എന്നിട്ട് ഖലീഫമാർ പറയുന്ന വാക്കുണ്ട്, മാഹും ബി മുസ്ലിമീൻ, നിങ്ങൾ എന്ത് മുസ്ലിമാടാ? അമുസ്ലിം സഹോദരങ്ങൾക്ക് ഇസ്ലാമിക രാജ്യത്ത് താമസിക്കുമ്പോൾ അവരുടെ മേൽ നടപ്പിലാക്കുന്ന ജിസിയകൾ ഹജ്ജിന് കഴിവുണ്ടായിട്ടും പോകാത്തവരുടെ മേൽ ഇസ്ലാമിക ഭരണാധികാരികൾ നടപ്പിലാക്കിയിരുന്നു. അത് എന്തിനാ പറയണമെന്ന് വെച്ചാൽ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. നമ്മൾക്ക് ഒരു കാര്യം കൂടി ആ കൂട്ടത്തിൽ പറയണം, പടച്ചോന്റെ മുന്നിൽ നമ്മൾ വളവന്മാരാക്കരുത്, ആകും ചെയ്യരുത്. പടച്ചോൻ നമ്മളെക്കാളും ഹൃദയമറിയുന്ന ആളാണ്. ഹജ്ജ് നിർബന്ധമുള്ള ഒരാൾ 4 വട്ടം ഉംറക്ക് പോയാണ്ട് വന്നാൽ ഹജ്ജ് ആവൂല. ഹജ്ജ് ഫർളാണ്, ഉംറ സുന്നത്താണ്. ഹജ്ജ് ഫർളാണ്. എനിക്ക് ഹജ്ജ് ഉണ്ട്, ഞാൻ 4 വട്ടം ഉംറക്ക് പോയി, 2-3 ദിവസം കൊണ്ട് പോയി വന്ന ഒരു ഗ്രൂപ്പ് പോയി തിരിച്ചെന്നാണ്ട് ഞാൻ ഭയങ്കര സംഭവം അല്ല. ഫർളായ കാര്യമാണ് ഞാൻ നിർവഹിക്കേണ്ടത്. ഉംറക്ക് പുണ്യമുണ്ട്, പുണ്യല്ല എന്നല്ല, പക്ഷെ പ്രാധാന്യമുള്ളത് പടച്ചോന്റെ വക്കൽ എനിക്ക് വീട്ടേണ്ട കടമായിട്ടുള്ളത് ഹജ്ജാണ് എന്ന ബോധ്യം ഉണ്ടാവുക. സഹോദരങ്ങളെ, പറഞ്ഞത് ഇത്രമാത്രമാണ്. നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഇത് കുറ്റപ്പെടുത്താനേ അല്ല. അടുത്ത തവണ നമ്മൾക്ക് പോകാൻ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ സമ്പത്ത് ശേഖരിച്ചു വെക്കാൻ തുടങ്ങണം. പടച്ചോനോട് പ്രാർത്ഥിക്കണം, കൊതിക്കണം, ആത്മാർത്ഥമായി നാഥന്റെ തൗഫീക്കിന് വേണ്ടി ആഗ്രഹിക്കണം. അവിടെ പടച്ചവൻ നമ്മൾക്ക് വഴി കാണിച്ചു തരും. അല്ലാതെ പറമ്പുണ്ട് വിൽക്കൂല, പൈസ ഉണ്ട് ചെലവഴിക്കൂല, നമ്മൾക്ക് ബാക്കിയുള്ള ഷെയർ മാർക്കറ്റ് ഇടാൻ പൈസ ഉണ്ട്, പക്ഷെ ഹജ്ജിന് പോകൂല. അവനാന്റെ വീട്ടിൽ പണ്ടുണ്ട്, ഹജ്ജിന് പോകൂല. എല്ലാ കാര്യത്തിനും, കല്യാണത്തിനും സൽക്കാരത്തിനും ആർഭാടം നടത്താൻ പൈസ ഉണ്ട്. 27-ന്റെയും 18-ന്റെയും ലക്ഷക്കണക്കിന് വണ്ടി വാങ്ങാൻ പൈസ ഉണ്ട്. ഹജ്ജ് നിർബന്ധമായിട്ടില്ല എന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയില്ല. ആഗ്രഹിക്കുക, കൊതിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ തഖ്വല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരങ്ങളെ,
ആഗ്രഹമുണ്ടാകാനാണ് കേട്ടോ പറഞ്ഞത്. ആഗ്രഹമുണ്ടാകാൻ, ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടല്ല. ചിന്താഗതിയും മാറണം. നമ്മളെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കണം, എൻ്റെ PF പൈസ അത് ഹജ്ജിന് നിർബന്ധമാകോ അല്ലേ എന്ന് ഞാൻ ആലോചിക്കണമെങ്കിൽ ഈ ആയത്തും ഹദീസും നമുക്കൊരാൾ പറഞ്ഞു തരണം. അത് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യാണ്. എൻ്റെ ഈ പറമ്പിൻ്റെ അങ്ങാടിയിലിൻ്റെ താവഴിയായിട്ട് കിട്ടിയുള്ള ഈ സ്ഥലത്തിന് ഞാൻ വില ഇങ്ങനെ ഇട്ടാൽ ഹജ്ജിന് പോകാനുള്ള പൈസ ആവൂലേ? അപ്പോൾ എനിക്ക് നിർബന്ധമായില്ലേ? ബാക്കിയൊക്കെ വിടിൻ, ഞാൻ സ്വന്തം ഇരുന്നിട്ട് ആലോചിച്ചാൽ എനിക്ക് മനസ്സിലാവും ഞാനാണ് മാറേണ്ടത്, എൻ്റെ ചിന്താഗതിയാണ് മാറേണ്ടത്. അല്ല, അതിന് കഴിയില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത തവണ മുതൽ ഹജ്ജിന് പോകാനുള്ളവരുടെ കൂടെ നമ്മൾ ഉണ്ടാകാൻ നിയ്യത്ത് വെക്കണം. ഇസ്ലാമിലെ ഇതിൻ്റെ ഒരു പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ഇങ്ങനെ ഖുത്ബ പറയും ഖദ് ഫുരിള അലൈക്കുമുൽ ഹജ്ജ് ഫഹജ്ജു. ആർക്കെങ്കിലും ഇന്നു മുതൽ ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ ഹജ്ജ് പെട്ടെന്ന് ചെയ്യണട്ടോ. റസൂലുള്ളാഹിന്റെ വാക്ക് എന്താ അറിയോ? മൻ അറാദൽ ഹജ്ജ ഫൽയുഅജ്ജിൽ. ആർക്കെങ്കിലും ഹജ്ജിന് സമയക്കണി പെട്ടെന്ന് ചെയ്യണം. നിങ്ങൾ എന്തായി പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രായമാകട്ടെ, ഉണ്ടാവില്ല. രാവിലെ നടത്തം കഴിഞ്ഞിങ്ങനെ വന്നിട്ടാണ് വീട്ടിൽ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴത്തേക്ക് വീണ് 45 വയസ്സായിട്ടുള്ളൂ. ഇക്കാക്കാൻ്റെ ബൈക്കിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോവുകയാണ്. മുന്നിലെ വണ്ടി ഒരു കുട്ടി മുന്നിൽ കൂടെ ക്രോസ് ചെയ്തപ്പം കാക്ക സഡൻ ബ്രേക്ക് ഇട്ടതാണ്. ഭാര്യ ആ സമയത്ത് പിടിച്ചിട്ടില്ലായിരുന്നു, ബാക്കിക്കാണ് മറിഞ്ഞു. പിന്നിൽ നിന്ന് വന്ന KSRTCയുടെ ചക്രത്തിൻ്റെ അടിയിക്കാണ് പോയി. സമയം ഉണ്ടാവില്ല. ഫർള് ഇവിടെ കിടക്കുണ്ടാവും. യുവാക്കളെ, ഈ ബിസിനസ് അത്യാവശ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഉയർന്നു, ഹജ്ജിനൊക്കെയായി വയസ്സാകുമ്പോൾ ആകട്ടെ അടുത്തേക്ക് പോകാം എന്നാലോചിക്കേണ്ട ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വേദന വന്ന് ആശുപത്രിയിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ബാക്കി കടയിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. നല്ല പങ്കാലത്ത് ചെയ്യുക. ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നീയത്ത് വെച്ച് അതിനു വേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല, പടച്ചോൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കാൻ കഴിയണം. ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ നമ്മളെ, നമുക്കിത് ബോധ്യമാകാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു മകൻ വന്നു. നബിനോട് ചോദിക്കുകയാണ്, ഈ ഹദീസ് മനസ്സിലുണ്ടായത് മനസ്സിലാവും, എന്താണ് ഈ പറഞ്ഞത്? ഇന്ന അബീ മാത്ത, എൻ്റെ അപ്പ മരിച്ചു നബിയെ. വലം യഹുജ്ജ, ബാപ്പാക്ക് ഹജ്ജ് ചെയ്യണമെന്ന് പൂതിൻ്റെ, പക്ഷേ അവസാന സമയത്താണ് ആയത്. ബാപ്പാക്ക് ഹജ്ജിന് അവസാന സമയത്തായത്. പക്ഷെ പിന്നെ ബാപ്പാക്ക് ശരീരം കൊണ്ട് കഴിഞ്ഞില്ല. ആ കഴിയായിക മരണത്തേക്ക് എത്തി. ബാപ്പാക്ക് ഹജ്ജ് ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ ശരീരം സമ്മതിച്ചില്ല, അതിലാണ് മരിച്ചു. റസൂലുള്ളാഹിനോട് ചോദിക്കണമെന്ന് വാക്കെന്നറിയോ? അഫാ അഹുജ്ജു അൻഹു, നബിയെ ഞാൻ ബാപ്പാക്ക് ഹജ്ജ് ചെയ്യണോ? നബിൻ്റെ മറുപടി എന്താ പറയുക? നബി ചെയ്യണമെന്നല്ല ചോദിക്കണേ, ഒറ്റ ഈ ചോദ്യമാണ് പ്രധാനം. നബിൻ്റെ ചോദ്യം, അറഅയ്ത് ലൗ കാന അലാ അബീക ദൈനുൻ ഫഖളൈതഹു, എടാ എൻ്റെ അപ്പാക്ക് കടണ്ടെങ്കിൽ അത് ഈ വീട്ടണോ? നബി അത് വീട്ടണം. എങ്കിൽ അഖ്ലാഅൻ, ഹജ്ജും അള്ളാഹ്ക്കുള്ള കടാൻ, വീട്ടണടാ. ഹജ്ജ് അള്ളാഹ്ക്കുള്ള കടാൻ. മരിച്ചു പോണത് നമ്മളാണ്. നമ്മളെ മക്കൾ വീട്ടേണ്ട അവിടെ കട്ടെ. മരിച്ചു പോണത് നമ്മുടെ അള്ളാഹ് ചോദിക്കൂലേ? ഇന്നോട് ചോദിക്കൂലേ, എടാ ഈ മാഷല്ലേ ഇന്നോ, എനിക്ക് എൻ്റെ കുടുംബകാര്യം കഴിഞ്ഞിട്ട് എടുത്തൊക്കെ 10-15 കൊല്ലമൊക്കെ അധ്യാപനമാകുമ്പോൾ കുറച്ചൊക്കെ പൈസ ഉണ്ടാവില്ലേ? ആ പൈസ കൊണ്ട് ഈ ഒരു 1000 റുപ്യ വീതം ഓരോ മാസം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കഴിയില്ലേ എന്ന് ചോദിച്ചാൽ സോങ്ങളെ, നമുക്ക് അള്ളാഹിന് മുന്നിൽ മറുപടി പറയണ്ടേ? നമ്മുടെ സമ്പത്ത്, നമുക്കല്ല തന്ന വരുമാനം നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചാൽ പടച്ചോൻ തരും, ഉറപ്പ കൂട്ടരെ. നമുക്കുണ്ടെങ്കിൽ ആഗ്രഹിച്ച് കൊതിച്ചാൽ അതിന് വീട്ടിൽ ആരാണ്ടാകുക, കടയിൽ ആരാണ്ടാകുക, ഞാൻ ഇവിടുന്ന് പോയ അവിടെ എന്താ, നമ്മളൊന്നും സംഭവിക്കൂല. നമ്മൾ വെറുതെ വിചാരിക്കാൻ, നമ്മൾ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുക. പടച്ചോൻ ഇങ്ങോട്ട് റസൂലുള്ളാഹിന്റെ വാക്ക്, നഅം, എടാ വാപ്പാൻ്റെ കടം വീട്ട്. ഹജ്ജ് അൻക അബീക്, ബാപ്പാൻ്റെ കടം പടച്ചോനോടുള്ള കടാൻ, അത് പൂർത്തിയാക്കാതെ നീ പോലും ഇനി പോകരുത്. ബാപ്പാക്ക് കഴിവുണ്ടായി, പക്ഷെ ശാരീരികമായി കഴിവില്ലാത്തതുകൊണ്ട് പൂർത്തിയാക്കാത്ത ഹജ്ജ് മകനോട് പൂർത്തിയാക്കാൻ നബി പറയണത്, ബാപ്പാക്ക് അള്ളാഹിനോടുള്ള കടം വീട്ടാതെ നീ മരിച്ചു പോകരുത് എന്നാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുക, നീയത്ത് വെക്കുക. ഇതൊരു വെള്ളിയാഴ്ചയാണ്, അടുത്ത തവണ ഇൻഷാ അല്ലാഹ് ഒരു ഹജ്ജിന് പോകാൻ നമ്മൾക്ക് സാധിക്കണം എന്ന നീയത്തുണ്ടാവുക. നിങ്ങൾ വെറുതെ ആത്മാർത്ഥമായിട്ടൊന്ന് ഇങ്ങനെ മനസ്സിൽ കരുതി വെക്കൊണ്ട്, നമുക്കുണ്ടായി, നമുക്ക് ഫർളാണ്, നമുക്കറിയാം നമുക്ക് പോകണം എന്നുള്ളത്. നമ്മളൊരു വർഷങ്ങളിങ്ങനെ നീട്ടി അതിൻ്റെ ഇടക്ക്
അതിൻ്റെ ഇടക്ക് എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു, ആശുപത്രിയിൽ നിന്ന് അനങ്ങാൻ കഴിഞ്ഞില്ല, നമ്മളെ മനസ്സിങ്ങനെ ബേജാറാകും. പടച്ചോനെ, ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് എങ്ങാനും പോയാൽ, പടച്ചോൻ്റെ മുന്നിക്കാണല്ലോ പോകുന്നത്, അങ്ങാടിക്കാരും നാട്ടാരും മുന്നിക്കല്ലല്ലോ. ആ പടച്ചോൻ ചോദിക്കൂലേ? എടാ, അത് കൊതിച്ച കുറേ മനുഷ്യന്മാരില്ലേ ഈ നാട്ടിൽ? നമ്മളെ കൊതിച്ച കുറേ മനുഷ്യന്മാരില്ലേ? പൈസ അല്ലാതെ പടച്ചോനെ എങ്ങനെയെങ്കിലും അവിടെയൊന്ന് എത്താനും ഹജ്ജ് ചെയ്യാനും തൗഫീഖ് നൽകണമെന്ന് ആത്മാർത്ഥമായി കയ്യിൽ ചികിത്സിച്ച് പൈസ പറ്റിയവർ പ്രാർത്ഥിക്കുന്നുണ്ട് കൂട്ടരെ. പൈസ പറ്റിയവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും പടച്ചോൻ റിസ്ക് നൽകി ഹറമിലേക്കൊന്ന് പോകാൻ, കഅബാലയത്തിലേക്കൊന്ന് പോകാൻ പ്രാർത്ഥിക്കേണ്ടവർ. നമുക്കത് തന്നിട്ട് നമ്മൾ പടച്ചോണ്ട് ധിക്കാരം കാണിക്കരുത്. നമ്മൾ തീരുമാനിക്കുക, നമ്മൾക്ക് പൂർണ്ണമായും പടച്ചോൻ പറഞ്ഞ ഇസ്ലാമിൻ്റെ പൂർണ്ണത നമ്മൾക്ക് അള്ളാഹു നൽകണമെങ്കിൽ പടച്ചോൻ നമ്മൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് തിരിച്ച് നമ്മൾ നന്ദി കാണിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവേ, സ്വർഗം സമ്മാനമായി നൽകുന്ന ഹജ്ജ് ഞങ്ങളുടെ ജീവിതത്തിൽ നിർവഹിക്കുവാനും അതുവഴി അള്ളാഹുവേ നിനക്കേറ്റവും പ്രിയങ്കരനായി സ്വർഗലോകത്തേക്ക് എത്തുവാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ മുഴുവൻ ആളുകൾക്കും നാഥ ഏറ്റവും നല്ല രൂപത്തിൽ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നാഥ നീ അവർക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ആശുപത്രികളിൽ ICUകളിൽ നാഥ കിടക്കുന്നുണ്ട്. അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നാഥ. എല്ലാവർക്കും നീ രോഗശമനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ പെട്ടെന്ന് വീട്ടാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീരമുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا رب.